വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകം 118 അധ്യായം 22 തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് പുതിയ നിയമം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4 അധ്യായം 11 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്നതാണ്. വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശു മിശിഹായെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എൻ്റെയും ലോകമൊക്കെയുടെയും പാപപരിഹാരത്തിനായി 3 ആണികളാൽ കുരിശിൽ രക്തം ചിന്തി മരിച്ച കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും വഴി വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ. കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കുകയും ചെയ്യണമേ. ആമീൻ.